ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. അത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിരുന്നു. ഇത് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചത് നമുക്ക് ഈ പ്ലഗിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. ഈ പ്ലഗിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ പ്ലഗൊക്കെ മാറ്റിയിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയിരുന്നു. ഓടിച്ച് നോക്കിയപ്പോൾ വണ്ടിക്ക് ചെറിയൊരു എയർ കൊടുത്ത ഒരു മിസ്സിങ് പോലെ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, ജനറൽ സർവീസായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ വീൽ ലാബർ ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല, നമുക്കത് അതിനെ യൂസ് ചെയ്യാം. പിന്നെ ചെയിൻ ആയാലും നിലയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ചെയിനും നമുക്ക് ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ എയർ ഫിൽറ്റർ നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാട്ടോ. എയർ ഫിൽറ്ററും നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ ആ മിസ്സിങ്ങും അത് എയർ പിടുത്തൊക്കെ കാണിക്കുന്നത് കാരണം കൊണ്ട് നമ്മളതിൻ്റെ കാർബറേറ്ററൊക്കെ ഒന്ന് അയച്ചിട്ടുണ്ട്. കാർബറേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ടൊന്ന് ക്ലീനർ വെച്ചിട്ടേ കുറച്ച് ദിവസം ഉപയോഗിക്കാതിരുന്ന വണ്ടിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ പെട്രോളിനായിട്ട് മെൽറ്റൊക്കെ ആയിട്ട് ശേഷം കാർബറേറ്ററിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ ക്ലാവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്ററൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാതെ വെച്ച കാരണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഓവർഫ്ലോ വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം, ഓവർഫ്ലോ വരുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. തൽക്കാലം നമുക്ക് ആ ഉപയോഗിക്കാതിരിക്കുന്നതിനുള്ള ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു അത്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നോക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു. ബാറ്ററി ഇരിക്കുന്നത് ബോഷ് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ അത് വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വോൾട്ട് തീരെ ലോ ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു 12 വോൾട്ടെങ്കിലും കാണിക്കണം, 10 കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ബാറ്ററിക്ക് വല്ല ഡാമേജ് കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നമ്മൾ. ബാറ്ററി ലോ ആയിട്ടാണ് കാണിക്കേണ്ടത്, ചാർജ് കുറവിൻ്റെ ഒരു കംപ്ലൈൻറ്റാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് സെൽഫിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ പെട്രോളിൻ്റെ ടാപ്പ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ, ഈ പെട്രോൾ കറക്റ്റായിട്ടല്ലേ ടാപ്പ് കൂടെ വരുന്നത്. കുറേ ഇതാണ് കുറേശ്ശായിട്ട് തന്നെ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് വരേണ്ടതാണത്. അപ്പോൾ ഈ ടാപ്പിന് കംപ്ലൈൻ്റ് ഉണ്ട്. ആ ടാപ്പ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് മിസ്സിങ്ങൊക്കെ കാണിക്കാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കൈയോടെ ആ പെട്രോൾ ടാപ്പ് കൂടി മാറ്റിയിടാം. അതുപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ്. അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആണ്. നമുക്ക് മീറ്ററിന് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ആ കേബിളൊന്നും മാറ്റിയിട്ടിട്ട് റീസെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ ഫ്രണ്ടിൽ ഡിസ്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഡിസ്ക് പാഡ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. ഫ്രണ്ടിലെ ഡിസ്ക് പാഡ് നമുക്ക് മാറ്റാനായിട്ടുണ്ട്. ഇപ്പോഴും മാറ്റിയില്ല, കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെറ്റൽ ഈ പ്ലേറ്റിലേക്ക് കയറി ഉടഞ്ഞിട്ട് നമുക്ക് ആ പ്ലേറ്റും കൂടി മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഡിസ്കിൻ്റെ പാഡും കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. ഓക്കെ, പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഓയിലാണ്, നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ പൊല്യൂഷൻ എടുക്കാൻ പറയുന്ന ആ പൊല്യൂഷൻ നമുക്ക് കാർബറേറ്റർ എയർ ഫിൽറ്റർ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആ പൊല്യൂഷൻ കൂടി ഒന്ന് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. അതിൻ്റെ കാർബറേറ്റർ ക്ലീനിങ്, ഡിസ്ക് പാഡ്, പെട്രോൾ ടാപ്പ്, പ്ലഗ്, സ്പീഡോമീറ്റർ, കേബിള്, ഇതെല്ലാം കൂടി നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.